ഛായാർപ്പണത്തിന് വരണേക്കാട്ടിലും മുമ്പ് നമുക്കൊക്കെ ഒരു കുടുംബദേവത ഉണ്ടാവും ഇല്ലേ? നമ്മുടെ കുടുംബത്ത് നമ്മൾ ആരാധിക്കുന്ന ഒരു ദേവി അല്ലെങ്കിൽ ദേവൻ ഉണ്ടാവും. ആ ദേവനോ ദേവിയോ ദർശിക്കുക അല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരണേക്കാളും മുമ്പൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാം. അത് ഉണ്ടായിട്ടില്ല എല്ലാവരും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആ കുടുംബരക്ഷയ്ക്കായിട്ട് പൂർവികമായിട്ട് തന്നെ നമ്മളുടെ പിതാ അല്ലെങ്കിൽ പ്രപിത അങ്ങനെയുള്ള ആളുകൾ അച്ഛനോ മുത്തശ്ശനോ മുതുമുത്തശ്ശനോ ഒക്കെ ആയിട്ട് ആചരിച്ചു വരുന്ന ആ ദേവീ ദേവന്മാരെ ഒന്ന് മനസ്സാ വന്ദിക്കുക കേട്ടോ. അത് നിർബന്ധമുള്ളതാണ്. സാധാരണ ദിവസം തന്നെ വേണം. നമ്മൾ എന്ത് ചെയ്യാൻ പുറപ്പെടുമ്പോഴും, കാലത്ത് എണീക്കുമ്പോഴും, ഇനി ജോലിക്ക് പോകാൻ വെച്ചാലും സ്കൂളിൽ പോകാൻ വെച്ചാലും ഭക്ഷണം കഴിക്കാൻ വെച്ചാലും ഒക്കെ നമ്മൾ നമ്മുടെ കുടുംബദേവതകളെ ഒന്ന് ഉള്ളിൽ സ്മരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നിർബന്ധമാണ്. അതുകൊണ്ട് ഒന്ന് ആ കുടുംബദേവതകളെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ നിന്നുള്ള സന്ദർശനോ ദർശനോ സമർപ്പണോ അവിടുത്തെ ഉത്സവാദികൾ വിശേഷാൽ പൂജകൾ ഇത്യാദികളിൽ പങ്കെടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ആ നമ്മളുടെ കുടുംബദേവതയ്ക്ക് നമ്മളോട് അനിഷ്ടമുണ്ടെങ്കിൽ ആ അനിഷ്ടമൊക്കെ തീർന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോണ ഈ ഛായാർപ്പണം വേണ്ട രീതിയിലാവാനും അതുകൊണ്ടുള്ള അനുഭവം നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്താണോ നമ്മൾ ഇച്ഛിക്കണ ആ രീതിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാനും സാധിക്കണം. അതിനായിട്ട് അനുഗ്രഹിക്കണം എന്ന് ആ കുടുംബദേവതകളോട് ഒന്ന് നന്നായി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഒരു കുലദേവത ഉണ്ടാവും. ആ കുലദേവതയെ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്രാമദേവത ഉണ്ടാവും. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു കുടുംബദേവത, ഒരു ഗ്രാമദേവത എന്നൊക്കെ ഉള്ളത്. കേരളത്തിലൊക്കെ തട്ടകത്ത ഭഗവതി എന്നൊക്കെ പറയും. ഗ്രാമത്തിൻ്റെ രക്ഷയ്ക്കുള്ളതാണ്. അവിടെയും അതെ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവതി വരും. മുൻകാലങ്ങളിലൊക്കെ പറയെടുക്കാൻ വെളിച്ചപ്പാടായിട്ടോ ആനപ്പുറത്തൊക്കെ ആയിട്ട്. ഇപ്പം അതൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലും, ഒരു പറ വയ്ക്കുക, തുഴ, അങ്ങനെയുള്ളതൊക്കെയാണ്. അവിടുത്തെ ഉത്സവാദികളിലൊക്കെ പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ളതാണ് തട്ടകത്തെ ക്ഷേത്രത്തിൽ. അപ്പം അതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സമർപ്പണങ്ങളിലോ അവിടെ ആ ദേവിയെ അല്ലെങ്കിൽ ആ ദേവനെ ദർശിക്കുന്നതിലോ എന്തെങ്കിലും ലോപം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണമെന്നും ഈ ഛായാർപ്പണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ക്ലേശം തീർത്ത് സൗഖ്യം തരം അതിനായിട്ട് അനുഗ്രഹിക്കണം എന്ന് ഒന്ന് ആ തട്ടകത്തെ ഭഗവതി ഗ്രാമദേവതയൊന്ന് പ്രാർത്ഥിക്കുക.